ഗൈസ്, വെൽക്കം ടു യൂട്യൂബ് ചാനൽ. എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കല്ലേ? ഞങ്ങളും ഇവിടെ അടിപൊളിയായിട്ടിരിക്കുകയാണ്. പതിവ് പോലെ ഞങ്ങൾ എല്ലാവരും വണ്ടി കയറി യാത്ര തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എങ്ങോട്ടേക്കാ പോണേ ഹയാസേ? എവിടെ പോണേ നമ്മള്? ആർക്കൊക്കെ? ഹംനാക്കും ഹയാസിനും ഡ്രസ്സ് വാങ്ങിക്കാൻ പോണേ കേട്ടോ. എന്തിനാ ഡ്രസ്സ് വാങ്ങിക്കണത്? എന്താ പരിപാടി? എന്താ പെരുന്നാളിൽ പോകുമ്പോ ഇടാൻ വേണ്ടിട്ടാണ്ടോ ഹംനാക്കും ഹയാസിനും ഡ്രസ്സ് വാങ്ങിക്കാൻ പോണേണ് ഞങ്ങള്. അല്ല, ഹംനാക്ക് വയ്യ. ഹംനാക്ക് ജലദോഷം ഉണ്ട് കേട്ടാ. ഇന്ന് രാവിലെ സ്റ്റാർട്ട് ചെയ്തേക്കണേണ്. വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് പോയിക്കൊണ്ടിരുന്നതാണ്. പെട്ടെന്ന് ഇപ്പൊ ജലദോഷം കയറി പിടിച്ചിട്ടുണ്ട്. അടുത്ത ആശുപത്രി കയറി ഇറങ്ങണേന് മുന്നേ ഞങ്ങള് ഡ്രസ്സ് എടുക്കാൻ പോവാണ്. ഹയാസു ഉമ്മിക്ക് അപ്പാക്കും ഡ്രസ്സ് എടുക്കണ്ടേ? അപ്പ എടുക്കണോ? ആരെ വാങ്ങിച്ചേ ഉമ്മിക്ക് അപ്പാക്കും ഡ്രസ്സ്? ഹയാസ് വാങ്ങിച്ചോ? പൈസ തന്നോ? അപ്പൊ പൈസ കൊടുത്ത ഹയാസ് ഡ്രസ്സ് വാങ്ങിച്ചോ? പൈസ കൊടുത്താൽ ഞങ്ങൾക്ക് വാങ്ങിക്കാൻ പറഞ്ഞോളൂ. നീ വാങ്ങിച്ചോ? അപ്പൊ ഇപ്പൊ എല്ലാവരും എക്സാംസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഹയാസിന് ഇപ്പൊ അടുത്ത ആഴ്ച ഉണ്ട് എക്സാം. അപ്പൊ ഇനി എക്സാം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഡ്രസ്സ് എടുക്കാനൊക്കെ പോകുമ്പോ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിന്റെ ഇടയിൽ കൂടെ ഒക്കെ അല്ലെങ്കിലും നമ്മൾ കുറച്ച് നേരത്തെ വാങ്ങിക്കാനായിട്ട് ഇറങ്ങിയാലാണ് സംഭവം കിട്ടുള്ളൂ. മിക്കവാറും ആദ്യം പോകുമ്പോ ഒന്നും കിട്ടാറില്ല. ഈ ലാസ്റ്റ് മിനിറ്റിൽ ഇങ്ങനെ ഓടണ ഓട്ടപ്പാച്ചിലുണ്ടല്ലോ, അതിലായിരിക്കും എല്ലാം കിട്ടണത്. അപ്പൊ ഇത്തവണ ഞങ്ങള് കുറച്ച് നേരത്തെയാണ് ഇറങ്ങിയേക്കണത് ഡ്രസ്സ് എടുക്കാനായിട്ട്. ഇന്നിപ്പോ എത്രയായി? നോമ്പ് 13 നോമ്പ് 13 അപ്പൊ ഇനി വൈകുന്നേരം ഇപ്പൊ സമയം എന്ത് അടുത്തൂറ്? ഇപ്പൊ സമയം എത്രയായിട്ടുണ്ട്? സമയം 4 മണിയാവണം കേട്ടോ. ഇന്നും എന്തായാലും നമ്മള് നോമ്പ് തുറക്കണത് വഴിയിലായിരിക്കും എന്നാ തോന്നണേ, അല്ലേ? ഏറെക്കുറെ ഇന്ന് നോമ്പ് തുറയൊക്കെ വഴിയിലായിരിക്കും. അപ്പൊ നമ്മള് ഹംനാക്ക് ബർത്ത്ഡേക്ക് ഡ്രസ്സ് എടുത്ത ഷോപ്പിലേക്കാണ് പോണത്. അവിടെ 1 വയസ്സ് മുതൽ 5 വയസ്സ് വരെയുള്ള പിള്ളേർക്കാണ് ഉള്ളത്. ഇപ്പൊ ഈദിന്റെ പ്രമാണിച്ച് ഈദ് അറൈവലില് ഞാൻ കുറെ 6 വയസ്സുള്ള ആൺകുട്ടികൾക്ക് വരെ ഉള്ളതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഹയാസിന് അവിടെ നിന്ന് കിട്ടോ ഇല്ലയോ എന്നുള്ളത് യാതൊരുവിധ ഉറപ്പില്ല. ജസ്റ്റ് കേറി നോക്കാം എന്ന് മാത്രമേ വിചാരിച്ചിട്ടുള്ളൂ കേട്ടോ ഹയാസിന് എടുക്കാനായിട്ട്. അപ്പൊ ഹംനാക്ക് മിക്കവാറും അവിടെ നിന്ന് കിട്ടാൻ സാധ്യതയുണ്ട്. ഹംന വ്ലോഗ് ചെയ്യണോ? ഹംന വ്ലോഗ് ചെയ്യണോ? ഹയാസ് വ്ലോഗ് ചെയ്യണുണ്ടോ അവിടെ? ഹയാസിന് ചിരി വരുന്നുണ്ട്. ഹയാസ് നമ്മുടെ കൂടെ ഇപ്പൊ അങ്ങനെ വരാത്താറിനെ. വീട്ടിൽ തന്നെ ഇരുന്നിരുന്ന് എപ്പോഴും എവിടെയെങ്കിലും പോകാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ പറയും ഞാൻ വന്നില്ല നിങ്ങൾ വെക്കൂ, ഞാൻ വന്നില്ല നിങ്ങൾ വെക്കൂ എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടാ. അല്ലേ ഹയാസ്? ഹയാസ് എന്താ ഇപ്പൊ ഉമ്മിയും അപ്പയും വിളിച്ച വരാത്തത്? കൂടെ വരാത്തത് എന്താണ്? നാണം തന്നെ ഹയാസിന്. പിന്നെ നമ്മള് നേരെ കടയിലേക്ക് എത്തട്ടെ. നല്ല തിരക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇന്ന് വെള്ളിയാഴ്ചയാണ്. പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ടൊക്കെ ഇറങ്ങാനിരുന്നോണ്ട് ഇത്രയും ലേറ്റ് ആയത് ഇറങ്ങാനായിട്ട്. പിന്നെ ഓഫീസിലൊക്കെ കയറി അവിടെ നിന്നാണ് നമ്മൾ ഇറങ്ങി പോന്നേക്കണത്. പിന്നെ അവിടെ എത്തുമ്പോ ഒരു നേരമാവും. ബ്ലോക്ക് കാര്യമായിട്ട് ഉണ്ടാവില്ലായിരിക്കും അല്ലെ? ഈ വഴി അങ്ങനെ ബ്ലോക്ക് ഉണ്ടാവാറില്ല പൊതുവെ. നമുക്കപ്പോ നേരെ കടയിലേക്ക് എത്തിയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. മുന്നത്തെ ക്ലിപ്സിൽ കണ്ട പോലെ തന്നെ ഹംനാക്ക് ഇന്ന് രാവിലെ തൊട്ട് ജലദോഷം ഉണ്ട് കേട്ടോ. ജലദോഷം ഉള്ളതുകൊണ്ട് തന്നെ അതിൻ്റെതായ ഒരു വാശി പിടുത്തവും ഇറിറ്റേഷൻസും ഹംനാക്ക് ഉണ്ട്. പോരാത്തതിന് നല്ല രീതിയിൽ ഉറക്കവും വരുന്നുണ്ട്. നമ്മൾ ഏറെക്കുറെ നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന കടയുടെ അടുത്ത് എത്താറായതുകൊണ്ട് ഹംന ഇനി ഉറങ്ങി പോവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ചെന്നിട്ട് ഡ്രസ്സസ് ഒന്നും ട്രയൽ ചെയ്ത് നോക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹംനാനെ മാക്സിമം ഉറക്കാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഡ്യൂട്ടി. ഹംന ഒത്തിരി ഇറിറ്റേറ്റഡ് ആണ് കേട്ടോ. നോർമലി നമ്മൾ പുറത്തൊക്കെ നടക്കുകയാണെങ്കിൽ ആള് നമ്മളുടെ കൂടെ അങ്ങോട്ട് ആ ഓളത്തിന് നടന്നോളും. ഇതിപ്പോൾ കാറിൽ തന്നെ ഇങ്ങനെ ഇരിക്കുവാണ്. പിന്നെ വയ്യാത്തതിൻ്റെ ബുദ്ധിമുട്ടും ഉണ്ട്. എന്തായാലും ഹയാസ് ആണെങ്കിൽ നല്ല രീതിയിൽ നല്ല വോളിയത്തിൽ യൂട്യൂബിൽ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഫോണിൽ. ഇക്കാക്കും ഉറക്കം വരുന്നു എന്നൊക്കെയാണ് ആളീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹംന പിന്നെ കുറച്ച് നേരം ഇറങ്ങിയൊക്കെ നിന്ന് ഒരു ആക്റ്റീവ് നേച്ചറിലേക്ക് വന്നു കേട്ടോ. ഫൈനലി നമ്മൾ ഇതേ ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വന്നപ്പോൾ തന്നെ അവിടെ ഒരു പാർക്കിംഗ് സ്ലോട്ട് ഉണ്ടെങ്കിലും അവിടെ ഒരു 2
വീലർ വട്ടം വെച്ചിട്ട് നമുക്ക് അങ്ങോട്ട് പാർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഒരു 5-10 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ടാണ് നമുക്ക് അങ്ങോട്ടേക്ക് വണ്ടി കയറ്റാനായിട്ട് പറ്റിയത്. അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ നേരെ കടയുടെ അകത്തേക്ക് കയറിപ്പോവാണ്. ഹംനാക്കാണ് മെയിൻലി ഞാൻ ഇവിടെ നിന്ന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഇവരെ കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു, കുറേ ഇമ്പോർട്ടഡ് കളക്ഷൻസിൻ്റെ. അതിലെനിക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇവിടെ വന്ന് നോക്കിയപ്പോഴുണ്ടടാ ഹംനയുടെ സൈസ് ഒന്നും അവൈലബിൾ അല്ല എന്നാണ് കണ്ടത്. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. പിന്നെ ഫ്രോക്ക് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. ഹംനക്ക് ബർത്ത്ഡേക്ക് കിട്ടിയ ഗിഫ്റ്റ്സിലെ കൂടുതലും ഫ്രോക്ക് ഐറ്റംസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇപ്പോഴും ഇടാത്തതൊക്കെ ഉണ്ട്, സൈസ് വലുതൊക്കെ ഉണ്ട്. അതൊക്കെ കൊണ്ട് തന്നെ നമുക്കിനി ഫ്രോക്ക് ഐറ്റം നിലവിൽ എടുക്കണ്ട, കുറച്ചും കൂടി വെറൈറ്റി ആയിട്ട് എടുക്കാം എന്നുള്ള രീതിയിലാണ് നോക്കിയത്. ഈ ഒരു ഡ്രസ്സ് എനിക്കിഷ്ടമായി. പക്ഷെ ഇതൊരു മിഡീൻ ടോപ്പിൻ്റെ ഒരു ഇതാണ്. പിന്നെ അത്യാവശ്യത്തിൽ അധികം കുറേ ഹാങ്ങിങ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ മിഡീൻ ടോപ്പൊക്കെ ഇടുമ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി നടക്കുന്ന പ്രായത്തിൽ ഇടുന്നതാണ് ബെറ്റർ എന്ന് തോന്നി. അപ്പോൾ അതും എടുത്തില്ല. അങ്ങനെ ഹംനാക്ക് അവിടുന്ന് സെറ്റായില്ല. ഹയാസിന് നോക്കിയിട്ട് ഹയാസിന് സെറ്റായില്ല കേട്ടോ. ഇക്കൊക്കെ കുറച്ചധികം ഇറിറ്റേറ്റഡ് ആയി. കാരണം അവിടെ നിന്ന് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പെരുമ്പാവൂർ വരെ അത്യാവശ്യം ലോങ് ആണ്. അവിടെ നിന്ന് ഇവിടം വരെ വന്നിട്ട് കിട്ടാത്തതിൻ്റെ ഒരു ചെറിയൊരു ഇറിറ്റേഷനൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും വലിയ കുഴപ്പമില്ലാണ്ട് അടുത്ത ഷോപ്പിൽ കയറാമെന്നും പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഹയാസിന് സ്ഥിരമായിട്ട് നമ്മൾ ആലുവയിൽ സ്റ്റാറ്റസ് ജൂനിയേഴ്സ് എന്ന് പറഞ്ഞ ഷോപ്പിൽ നിന്നാണ് എടുക്കുന്നത്. അപ്പോൾ അവരുടെ തന്നെ പെരുമ്പാവൂർ ഔട്ട്ലെറ്റിലേക്കാണ് കേട്ടോ വന്നത്. ഇവിടെ വന്നപ്പോൾ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഗേൾസിൻ്റെ. ഒത്തിരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. പക്ഷെ ഇവിടത്തെയും പ്രശ്നം എന്ന് പറയുന്നത് ഹംനാക്ക് സൈസ് കിട്ടാത്തതാണ്. നമുക്ക് ഇഷ്ടപ്പെടുന്നതിൻ്റെ സൈസ് ഒന്നല്ലെങ്കിൽ തൊട്ട് താഴത്തെ സൈസ് ആയിരിക്കും, അല്ലെങ്കിൽ തൊട്ട് മുകളിലെ സൈസ് ആയിരിക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു ഏജിലുള്ള പിള്ളേർ കൂടുതലായിട്ടുണ്ട്. അപ്പോൾ അവരുടെ സ്റ്റോക്കൊക്കെ വേഗം എല്ലായിടത്തും ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഒരു മനസ്സിൽ ഐഡിയയിൽ ഉണ്ടായിരുന്നത് ഒരു ക്രോപ്പ് ടോപ്പും ബാഗി ടൈപ്പ് ഒരു ജീൻസൊക്കെ ഇടിക്കാം എന്നുള്ള മൈൻഡായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് ഈ ഒരു ക്രോപ്പ് ടോപ്സ് ഒക്കെ ട്രൈ ചെയ്യുന്ന സമയത്ത് ഇക്കാക്ക പറയുന്നത് ഇവളെ കാണാനായിട്ട് അതൊരു ബോയ് ബേബിയുടെ ലുക്കായിട്ടുണ്ട്. ഒന്നാമത്തെ തലയിൽ മുടി വളരെ കുറവാണ്, നമ്മൾ കാതും കുത്തിയിട്ടില്ല. അപ്പോൾ ഹംനാനെ ഈ ഒരു ടൈപ്പ് ഡ്രസ്സൊക്കെ ഇടിച്ചപ്പോൾ ആക്ച്വൽ ഒരു ബോയ് ബേബിനെ കൂട്ടാണ് തോന്നുന്നത്. അപ്പോൾ അത് വേണ്ട, നമുക്ക് ഗേൾ ബേബി ആയിട്ടുള്ള ഡ്രസ്സ് മാത്രം മതി എന്നും പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. ഞാൻ ഹയാസിന് ഡ്രസ്സൊക്കെ എടുക്കുന്ന സമയത്ത് ഹംന ജനിക്കുന്നതിന് മുന്നേ നമ്മൾ ഇവനിക്ക് ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ അത്രയധികം ഓപ്ഷൻസ് ഒന്നുമില്ലല്ലോ. അപ്പോൾ എപ്പോഴും എൻ്റെ കണ്ണ് പോകുന്നത് ഈ ഗേൾസിൻ്റെ ഡ്രസ്സ് സൈഡിലേക്കായിരിക്കും കേട്ടോ. അപ്പോൾ കാണാൻ ഭംഗിയുള്ള ഒത്തിരി ഡ്രസ്സസൊക്കെ കാണാറുണ്ട്. പക്ഷേ ഇപ്പോൾ ഇവളെ ഇടിച്ച് തുടങ്ങിയപ്പോഴാണ് ആ കാണാൻ ഭംഗിയുള്ള ഡ്രസ്സിന് പലപ്പോഴും സിബ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ബാക്കിൽ ടൈ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനെ കുറേ കംപ്ലയിൻസ് ഉണ്ട്. അപ്പോൾ അവർക്കൊട്ടും കംഫർട്ട് ആവില്ല. ഈ കഴുത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങാത്ത സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഹംനാക്ക് ഡ്രസ്സ് എടുക്കാൻ തുടങ്ങിയപ്പോഴാണ് അത് എത്രത്തോളം കംഫർട്ട് ഉള്ളതാണെന്ന് നമ്മൾ നോക്കിയത്. ഈ വീഡിയോയിൽ ട്രയൽ ചെയ്ത് കാണിക്കുന്നതിൻ്റെ ഒരു ഡബിളിൻ്റെ ഡബിൾ ഹംനാക്ക് വേണ്ടി നമ്മൾ ഇവിടെ നിന്ന് ട്രയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫൈനലി നമ്മൾ ഹംന കുറേ ഇറിറ്റേറ്റഡ് ആയപ്പോൾ ഞാൻ കൊണ്ടുപോയി ഫീഡൊക്കെ ചെയ്ത് ഒന്ന് കംഫർട്ടാക്കി. അപ്പോഴേക്കും ഇക്കാക്ക വന്നിട്ട് ഹയാസിൻ്റെ സെക്ഷനിൽ വന്ന് ഹയാസിൻ്റെ ഡ്രസ്സ് എടുത്തിട്ടോ. ഒരു 10 മിനിറ്റ്സിനുള്ളിലൊക്കെ ഹയാസിൻ്റെ ഡ്രസ്സ് എടുക്കൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഹംനാനെയും ഫീഡ് ചെയ്ത് ഒന്ന് കംഫർട്ടാക്കി. ഹയാസിനും ഡ്രസ്സൊക്കെ ഇവിടെ നിന്ന് എടുത്തു. അങ്ങനെ നേരെ ഹയാസിന് ഡ്രസ്സൊക്കെ എടുത്ത് ഹയാസാണെങ്കിൽ അവിടുത്തെ ഇക്കാക്കന്മാരൊക്കെ ആയിട്ട് ആ നിന്ന സമയം കൊണ്ട് അത്യാവശ്യം കമ്പനി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരോടൊക്കെ ടാറ്റ ബൈ ബൈ സി യു ഒക്കെ പറഞ്ഞ് നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി അടുത്തൊരു ഷോപ്പിലും കൂടി കയറാമെന്നും പറഞ്ഞ് കയറിയതാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോഴും ഒത്തിരി കളക്ഷൻസ് ഉണ്ടായിരുന്നു ഗേൾസിൻ്റെ കേട്ടോ. അപ്പോൾ ഇവിടെ വന്ന് ഇഷ്ടപ്പെട്ട ആ ഒരു ഇതിൽ ഇഷ്ടപ്പെട്ട കുറേ ഡ്രസ്സൊക്കെ നമ്മളെടുത്ത് ട്രയൽ ചെയ്ത് നോക്കി. ഫീഡൊക്കെ ചെയ്ത് കൊണ്ടുവന്നതുകൊണ്ട് തന്നെ അന്ന് ഇവിടെ വന്നപ്പോൾ ഭയങ്കര ആക്റ്റീവ് നേച്ചറായിരുന്നു കേട്ടോ. ഞാൻ ഓരോ ഡ്രസ്സ് ഇടിച്ച് താഴെ നിർത്തി നോക്കുമ്പോഴും അവൾ ആ ഫ്ലോർ കംപ്ലീറ്റ് ഒന്ന് ഓടി നടക്കുമായിരുന്നു ഓരോ സ്റ്റേജിലും. പിന്നെ ഇവിടെ അത്ര വലിയ റഷ് ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഫൈനലി നമ്മൾ ഹംനാക്കുള്ള ഡ്രസ്സൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോയിൽ നിങ്ങൾക്ക് കണ്ടതിൽ ഹംനക്ക് കണ്ടതിൽ ഏത് ഡ്രസ്സാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാലോ നിങ്ങൾക്ക് ഏതാണ് കുട്ടിക്ക് ഇട്ടിട്ട് ഏറ്റവും ഇഷ്ടമായെന്നുള്ളത് എനിക്കറിയാനായിട്ടൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. ഫൈനലി നമ്മളിത് അവിടെ നിന്ന് ഇറങ്ങാണ്. അപ്പോൾ ഇവിടെ അത്ര വലിയ തിരക്കൊന്നും ഇല്ലാതിരുന്നുകൊണ്ട് ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ഷോപ്പിംഗ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇക്കാക്ക എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കുകയാണ്, നിനക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലേ എന്താണെന്നൊക്കെ ഉള്ളത് ചോദിക്കുകയാണ്. അപ്പോൾ ഈ കടയുടെ പേര് ഹയ എന്നാണ് കേട്ടോ. നമ്മൾ പെരുമ്പാവൂർ തന്നെയാണ്. ഇവിടെ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ എടുത്ത ഡ്രസ്സ് ഏതാണ് എന്നൊക്കെ ഉള്ളത് എന്തായാലും നമ്മുടെ പെരുന്നാളിന് നമ്മൾ റിവീൽ ചെയ്യാം കേട്ടോ. ആ ഒരു
പുതുമയോടുകൂടി തന്നെ നമുക്ക് റിവീൽ ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണെന്നുള്ളത് രണ്ടുപേരുടെയും ട്രയൽ ചെയ്തതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണെന്നുള്ളത് ഒന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്കും കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ആവും അതൊന്ന് റിവീൽ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും തീർച്ചയായും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഈ ഒരു ലോങ് വീഡിയോക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത കുറേ പേരുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് മെസ്സേജ് ചെയ്തതും കമൻറ്റ് ചെയ്തവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ലോങ് വീഡിയോ ഇത്രയും നേരത്തെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. ഫൈനലി നമ്മളൊരു ബാങ്ക് കൊടുക്കുന്നതിന് ഒരു അരമണിക്കൂർ മുന്നേ ഷോപ്പിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഡ്രിങ്ക്സ് കാര്യങ്ങളൊക്കെ നമ്മളിതേ വാങ്ങി സ്റ്റോർ ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ അപ്പോഴത്തേക്കും വീടെത്താനുള്ള ഒരു ചാൻസും ഇല്ല. അപ്പോൾ നോമ്പ് തുറക്കാനായിട്ട് നമ്മൾ ഡ്രിങ്ക്സ് ഒക്കെ വാങ്ങിയിട്ടുണ്ട്. ഹയാസ് വീണ്ടും കാറിൽ കയറിയിട്ട് വീഡിയോസൊക്കെ കാണാണ്. അപ്പം നേരെ നമ്മൾ വീട്ടിൽ പോട്ടെ. നമുക്ക് അപ്പോൾ അടുത്ത വീഡിയോ